വീണ്ടും വാർത്തകളിലേക്ക്. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും പ്രേതഭൂമി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോധികർക്കായി സ്നേഹവീട് എന്ന പേരിൽ വിഷു ആഘോഷം സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. പാട്ടുകൾ, ഗിത്താറിൽ പാട്ട് വായിക്കുന്ന നമ്മുടെ ഗോൾഡിന്റെ കലാപരിപാടി ഉൾപ്പെടെ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ പൊതുപരീക്ഷയിൽ SSLC പരീക്ഷയിൽ നമ്മുടെ ശശിയേട്ടൻ്റെ MD ശശിയുടെ മകൾക്ക് നമ്മുടെ ഈ പ്രദേശത്ത് നിന്നും എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടിയാണ്. ആ കുട്ടിയെയും ഇന്നിവിടെ ഒരു ഉപഹാരം നൽകി അനുമോദിക്കുകയാണ്. പഞ്ചായത്ത് അവർക്ക് വേണ്ട ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ഇനി നൽകും എന്നുകൂടി അറിയിക്കുകയാണ്. വിഷുവിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയുന്നത് പോലെ വിഷു ഒരു സമത്വത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. അല്ലെ, രാത്രിയും പകലും കൃത്യമായി വരുന്ന ദിവസമാണ് നമ്മൾ വിഷുവായി ആഘോഷിക്കുന്നത്. ജോഷി കൈനപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. PK അനിൽ, ലളിത മോഹൻദാസ്, മോഹിനി ഭാസ്കരൻ, ശ്രീദേവി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. തൃപ്പയാർ ആത്മീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം സംഘടിപ്പിക്കുന്ന സംസ്കൃത സംഭാഷണ പഠന ശിബിരം സംഘടിപ്പിച്ചു. തൃപ്പയാർ ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ വിവേകാനന്ദ മന്ദിരത്തിൽ നടക്കുന്ന പഠന ശിബിരം സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. E. ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മധു ശക്തിധര പണിക്കർ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. K. രവീന്ദ്രനാഥൻ, A. സതീഷ് ചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. താന്യം യുവജന കലാവേദിയുടെ 26ാമത് വാർഷികത്തോടനുബന്ധിച്ച് വിഷുക്കാഴ്ച 2014 എന്ന പരിപാടി സംഘടിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം AS ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം PR സുശീല ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രതി അനിൽകുമാർ, MV മുകേഷ്, NN അശോകൻ, അനന്തു K ദിനേശ്, CA വിനു എന്നിവരും സംസാരിച്ചു. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ചുറ്റുപാടുമുള്ള വീടുകളിലൊക്കെ തന്നെ മൈക്ക് വെച്ച് പറയുന്നു എന്നുള്ളത് വീടുകളിലേക്കൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ടാവല്ലോ. ഒന്ന് നടന്നു നോക്കിയാൽ കുറേയേറെ വീടുകളിൽ ഇപ്പോ പിന്നെ സീരിയലുകളുടെ ഒരു തിരക്കാവും. അപ്പോൾ സ്ഥിരമായി കാണുന്ന 7:30 അല്ലെങ്കിൽ 8 മണിക്കോ ഉള്ളൊരു സീരിയൽ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കാണുന്നതാണ്. ഇന്നത്തെ ഒരു ദിവസം അത് ഒഴിവാക്കാതെ കാണാൻ എങ്ങനെ പറ്റും? അതൊരു അരമണിക്കൂർ കണ്ട് ബാക്കി സമയം നമുക്ക് യുവജന കലാവേദിയുടെ പരിപാടി കാണാം എന്ന മട്ടിലുള്ള ആളുകളും നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകാൻ ഇടയുണ്ട്. ഞാൻ അവരെ ആക്ഷേപിക്കല്ല കേട്ടോ, അത് കാണുന്നതിന് തെറ്റൊന്നുമില്ല. നമ്മൾ കാണേണ്ട കാര്യം പുതിയ സാമൂഹ്യാന്തരീക്ഷത്തിൽ പുതിയ കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് ഒക്കെ തന്നെ വളർന്നു വരുന്ന ചില തകരാറുകൾ. ഇപ്പോൾ നിങ്ങളൊന്നും എടുത്തോ, ഇപ്പോൾ നമ്മുടെ സീരിയൽ കാണുന്ന നിരവധി ആളുകൾ ഇതിനകത്തുണ്ടാകും. ഞാനങ്ങനെ സ്ഥിരമായ സീരിയൽ കാണുന്ന ആളല്ല. എന്നാൽ ചിലപ്പോൾ പിന്നെ TV വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്തൊക്കെ തന്നെ സീരിയൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അപൂർവം ചില സീരിയലുകളൊക്കെ തന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പിന്നെ കണ്ണോടിച്ചു പോകും. ഞാൻ സാധാരണ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ന് കയറുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടുള്ള ഒരു സീരിയലാ ഒരു SNDP യോഗം വലപ്പാട് ശാഖയും മരണാനന്തര സഹായ സമിതിയും സംയുക്തമായി നിർമ്മിക്കുന്ന സുവർണ ജൂബിലി മന്ദിരത്തിന്റെ സംഭാവന കൂപ്പൺ വിതരണോദ്ഘാടനം മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. മരണാനന്തര സഹായ സമിതി പ്രസിഡന്റ് വേളയിൽ അശോകൻ, SNDP യോഗം നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പള്ളി, യൂത്ത് വിംഗ് നാട്ടിക യൂണിയൻ പ്രസിഡന്റ് പ്രശാന്ത് മേനോത്ത്, വനിതാ സംഘം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ശ്രീജ മൗസ്മി, TN വിശ്വംഭരൻ, NK ഹരിശ്ചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കയ്പമംഗലം കാളമുറി മുതൽ വഴിയമ്പലം വരെയുള്ള സ്ഥലങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി വിതരണം ഭാഗികമായി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ കയ്പമംഗലത്തും എടമുട്ടത്തും വാഹനാപകടങ്ങൾ, 2 പേർ മരിച്ചു, 12 പേർക്ക് പരിക്ക്. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ സ്ത്രീകളുടെ 4 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.